എല്ലാവർക്കും പുതിയ വ്ലോഗിലോട് സ്വാഗതം. അപ്പം ഇന്ന് ഒരു കാലത്ത് തൊട്ട് ഉച്ച വരെ അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോകുന്ന വരെയുള്ള ഒരു വീഡിയോ എടുക്കാനുണ്ട്. ഞാൻ വിചാരിക്കണം സ്കൂളുള്ള ദിവസമാണ്. അപ്പം ഇപ്പം തന്നെ ഒരു 5:35 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 4:45 അലാറം വെച്ചതാണ്. പിന്നെ ഓഫാക്കി ഓണാക്കിയൊക്കെ വന്നപ്പോൾ 5:15 5:20 പിന്നെ എണീറ്റപ്പം പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ 5:30 ആയിട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണത് ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കണത്. അന്ന് ചിക്കൻ വാങ്ങിച്ചതിൽ കുറച്ച് മസാല വെച്ച് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് എടുത്തത്. പിന്നെ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കണം. ചിക്കൻ കൊണ്ടാട്ടം എന്തായാലും ഉണ്ടാക്കുമ്പോൾ പുട്ടായിരിക്കും ഉണ്ടാക്കണത്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചോറ് ഞാൻ ആവളിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചോറാണ്. അപ്പോൾ അവർക്ക് കൊടുത്തയക്കാൻ വിചാരിച്ചിട്ട് അപ്പോഴേക്കും നമ്മൾ ആ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ട്. ചിക്കൻ കൊണ്ടാട്ടം അന്ന് ഞായറാഴ്ച ഉണ്ടാക്കില്ല, അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ഞാൻ സോയാ സോസൊക്കെ ഒഴിച്ചു. അതാരങ്ങോട്ട് കുറച്ച് കളറൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പകുതി അടുപ്പത്തല്ലേ ചെയ്തത്, അതാരങ്ങും വലിയതായിട്ട് ശരിയായിട്ടുണ്ടായിരുന്നു. അവരെ ലഞ്ചിക്ക് ഞാൻ കൊടുത്തയച്ചത് ചോറും പിന്നെ ചിക്കൻ വറുത്തതിന് ഞാൻ പിച്ചി ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മൾ ഇന്നലത്തെ വെച്ച പരിപ്പറി ഉണ്ടായിരുന്നു. പരിപ്പറി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പരിപ്പറി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇർഫിനെങ്കിൽ ചാറുകറി എന്തെങ്കിലുമൊക്കെ വേണം, അല്ലാണ്ട് ആൾക്ക് തിന്നാൻ പറ്റില്ല. അച്ഛനെനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ചിക്കൻ ഞാൻ വറുത്തിട്ട്, ചിക്കൻ കറിയൊന്നും എടുത്തില്ല, വറുത്തിട്ട് ഞാൻ അങ്ങനെ പിച്ചിട്ട് കൊടുത്തിട്ട് അപ്പോൾ അവരൊക്കെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ പുട്ട് റെഡിയാക്കാൻ പോയിട്ടാ. പുട്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ പുട്ട് ഞാൻ ആക്കിയിട്ട് പിന്നെ പുറത്തോട്ട് പോയിട്ട് നമ്മൾ മുറ്റടിച്ചിട്ടില്ല. അപ്പോൾ മുറ്റടിക്കാൻ വേഗം പോയിട്ട്, അല്ലെങ്കിൽ പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മുറ്റടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി അടിക്കും കേട്ടോ. വെയിലൊക്കെ ആണെങ്കിൽ ഡെയിലി അടിക്കും കേട്ടോ. മഴയില്ലെന്നുണ്ടെങ്കിൽ ഒരു 11 മണി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അടിക്കാൻ പറ്റില്ല. അപ്പോൾ മുറ്റൊക്കെ അടിച്ച് തന്നെ കുറച്ച് നേരം ഇരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവരെ വിളിക്കാനായിരുന്നു. ഒരു 7-7:45 ആയപ്പോൾ അവരെ വിളിക്കാനിരുന്നിട്ട് എന്നിട്ട് അവർക്ക് വേഗം ഫുഡൊക്കെ കൊടുത്ത് അവർക്ക് പഴവും പുട്ടാണ് കൊടുത്തത്. കറിയായിട്ട് അങ്ങനെ കൊടുത്തില്ല, കുറച്ച് എരിവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കൊടുക്കാമെന്നില്ല. അവൾക്ക് അവരൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാനും സാബിക്കാൻ ചായ കുടിക്കാനിരുന്നിട്ട് ഞാൻ ഇന്നലത്തെ പത്തിരി ഉണ്ടായിരുന്നു. പത്തിരി മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പത്തിരി കൊണ്ടാട്ടം കൂട്ടിയാണ് കഴിച്ചത്. ചായ എടുക്കാൻ കഴിഞ്ഞ് പിന്നെ സാബിക്ക പോയിട്ടാ. സാബിക്ക ഇപ്പോൾ സ്കൂളിൽ പോയാൽ പിന്നെ നേരത്തെയും പോവാറ്. അലക്കാനുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ അടിയുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. പാത്രങ്ങൾ നിങ്ങൾ കാണിക്കണില്ല, എപ്പോഴും നിങ്ങൾ കണ്ടത് പോറടിക്കില്ലേ. അപ്പോൾ അത് കാണിക്കണില്ല. പേരൊക്കെ അടിച്ചിട്ടു കേട്ടോ ഞാൻ. പിന്നെ അലക്കൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കണം, അത് പരിപാടികളുണ്ട്. അപ്പോഴേക്കും എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ കാലത്തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. സാബിക്കുഞ്ഞ് ഉച്ചക്ക് വരെ ഒന്നും അറിയില്ല കേട്ടോ. ഉച്ചക്ക് വരെയെങ്കിൽ ചോറ് കൊണ്ടുവരും. ഇപ്പം ഇന്നലത്തെ ചോറ് കുറച്ചിരിക്കുന്ന ആരം കൊണ്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെന്താ, അപ്പോൾ ഒരുങ്ങിയ സ്ഥിതിക്ക് എന്തായാലും കുറേ ചെറുപറാന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കണം. പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും സ്കൂളിൽ പോകണം, അവരെ കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.